ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു ദശാംശ സംഖ്യയെ എങ്ങനെ ഭിന്നസംഖ്യയാക്കുന്നതെന്ന് നോക്കാം. 0.04 എന്ന് പറയുന്നത് ഒരു ദശാംശ സംഖ്യയാണല്ലോ. ഇതിന് ഭിന്നസംഖ്യ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സംഖ്യ ഏതാണെന്ന് വെച്ചാൽ അതെടുത്ത് എഴുതുക. 4. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കാം. എത്ര ഡിജിറ്റ് വരുന്നു? 1 2. അപ്പോൾ ഇവിടെ 1 എഴുതി 2 0 കൊടുക്കാം. ഇനി നോക്കുക, 0.125 ഇവിടുത്തെ സംഖ്യ ഏതാ? 125. അതെടുത്ത് എഴുതുക. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട്, അതായത് ദശാംശം കഴിഞ്ഞിട്ട് എത്ര സംഖ്യകൾ വരുന്നുണ്ടെന്ന് നോക്കാം. 1 2 3. അപ്പോൾ 1 എഴുതി 1 2 3 3 0 കൊടുക്കുക. ഇവിടുത്തെ സംഖ്യ നമുക്ക് 1.002. ഇതിനെ ഭിന്നസംഖ്യയാക്കാൻ ഈ സംഖ്യ അതുപോലെ എടുത്ത് എഴുതുക. 1002. ഇതേ ഡിവൈഡ് ബൈ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ട്? 1 2 3. ഇപ്പോൾ 1 എഴുതി 3 0 കൊടുക്കുക. ഇവിടുത്തെ സംഖ്യ 0.4 ആണ്. ഇതെങ്ങനെ ചെയ്യാം? ഇവിടുത്തെ സംഖ്യ 4 എഴുതുക. അതിന് ഭിന്നസംഖ്യയാക്കാൻ വേണ്ടിയിട്ട് പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യ ഉള്ളൂ. അപ്പോൾ 1 എഴുതി 1 0 കൊടുക്കുക. നമുക്ക് ഇവിടുത്തെ സംഖ്യ എന്ന് വെച്ചാൽ 0.007. അപ്പോൾ നമ്മളുള്ള സംഖ്യ എന്ന് വെച്ചാൽ 7 എടുത്ത് എഴുതിയിട്ട് ഇതിന് ഭിന്നസംഖ്യയാക്കാൻ വേണ്ടി പോയിന്റിന് ശേഷം 3 സംഖ്യകൾ വരുന്നുണ്ട്. 1 2 3. അപ്പോൾ 1 എഴുതി 0 0. ഇത് 7/1000 വരും. ഇത് ഇതേപോലെ എടുത്ത് എഴുതുക. ബൈ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യ 1 എഴുതി 2 0. ഇവിടെ 1.3. 1.3 ആക്കാൻ വേണ്ടിയിട്ട് സംഖ്യ അതുപോലെ എടുത്ത് എഴുതുക. 13 പോയിന്റ് കൂടാതെ. അത് പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന എത്ര? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ വരുന്നത്. അപ്പം 1 എഴുതി 0. ഇങ്ങനെയാണ് നമ്മൾ ദശാംശ സംഖ്യകളെ ഭിന്നസംഖ്യകളാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആക്കാൻ പറ്റും. ഇനി അങ്ങനെയാണെങ്കിൽ 0.10050 ഇതിൻ്റെ ഭിന്നസംഖ്യ രൂപം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം.